ശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കട്ടപ്പനയിൽ മണ്ണിടിച്ചിലുണ്ടായി. തീവ്ര മഴയാണ് ഇന്നലെ രാത്രി ഈ ജില്ലയിൽ പെയ്തത്. അണക്കെട്ടിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 1061 കനേടി വെള്ളമാണ് ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കുന്ന നന്നായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ പെയ്യുന്നതുകൊണ്ട് പെരിയാറിലും നല്ല വെള്ളമുണ്ട്. രാഹുൽ വിജയൻ കുമളിയിൽ നിന്ന് തത്സമയം ചേരുന്നു. രാഹുൽ, ഒഴുക്കെങ്ങനെയുണ്ട്? കാര്യമായ രീതിയിൽ ഒഴുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. മാത്രമല്ല, പെരിയാറിലെ ജലനിരപ്പ് വാർണിംഗ് ലെവൽ പോലും എത്തിയിട്ടില്ല. 1063 ഖനേടി വെള്ളം മാത്രമാണ് ഈ ഘട്ടത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതായത് 3 സ്പിൽവേ ഷട്ടറുകൾ വഴിയാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കുക. ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ 3 സ്പിൽവേ ഷട്ടറുകൾ കൂടി തുറന്ന് 1063 ഖനേടി വെള്ളം കൂടി, അതായത് ഏകദേശം 2300ഓളം ഖനേടി വെള്ളം ഒഴുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ 44,000 ഖനേടി വെള്ളമാണ് ഒരു സെക്കൻഡിൽ ഒഴുകിയെത്തിയത്. അതായത് 2018 പ്രളയകാലത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ അതേ അളവിൽ തന്നെ ഇന്നലെ കഴിഞ്ഞ 4 മണിക്കൂർ വെള്ളം ഒഴുകിയെത്തുകയായിരുന്നു. അതാണ് തമിഴ്നാടിനെയും കേരളത്തെയും ഒരേപോലെ ആശങ്കപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. നിലവിൽ ഈ ആശങ്കപ്പെടുന്ന അളവിലേക്ക് പെരിയാറിൽ ജലനിരപ്പ് ഉയരില്ല. ഏതെങ്കിലും വീടുകളിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് പ്രശ്നമുണ്ടാകില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ പല പ്രദേശങ്ങളിലും നെടുങ്കണ്ടം, കട്ടപ്പന, അതുപോലെ തന്നെ കൂട്ടാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയുടെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അതങ്ങനെ തുടരുകയാണ്. വീടുകളിൽ വെള്ളം കയറി, അതുപോലെ തന്നെ കടകളിൽ വെള്ളം കയറി, വാഹനങ്ങൾ ഒലിച്ചുപോയി, പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. അതിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുകയാണ്. കട്ടപ്പനയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണൊലിച്ചിലുണ്ടായിട്ടുണ്ട്. അവിടെ ഈ വീടിന്റെ സമീപത്തൊക്കെ വലിയ മരം വന്ന് തടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ എന്തായാലും നടക്കുകയാണ്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ അതിശക്തമായൊരു മഴ പെയ്ത സ്ഥലമാണ് ഇതെന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ അവസ്ഥയാൽ ഇപ്പോൾ സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ, വേനൽക്കാലം എങ്ങനെയാണോ, അതുപോലെ തെളിഞ്ഞ അന്തരീക്ഷം, വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഇന്നലെ മഴ പെയ്താണെന്ന് തോന്നുക പോലുമില്ല പൊതുവെയുള്ള അന്തരീക്ഷം കണ്ടാൽ. പക്ഷേ ഇന്നലെ രാത്രിയിൽ കലിപൂണ്ട് പെയ്യുകയായിരുന്നു മഴ. അതിന്റെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇടുക്കി ജില്ലയിൽ പരക്കെയുണ്ട്. രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.